ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധേ അഥാഷ്ടാത്രിശതമോऽധ്യായः. ശ്രീശുക ഉവാച അക്രൂരോऽപി च तां रात्रिं मधुपुर्यां महामതി उषित्वा रथमास्ताय प्रययौ नन्दगोकुलं गच्छन् पदि महाभागो भगवत्यम्बुजेक्षणे भक्तिं परामुपगता एवमेतदचिन्तयत् किं मया चरितं भद्रं किं तप्तं परमं तव किं वादाभ्यर्हदे दत्तं यद्द्रक्ष्यामिद्य केशवं ममैतद्दुर्लभं मन्य उत्तमश्लोकदर्शनं विषयात्मनो यथा ब्रह्म कीर्तनं शूद्रजन्मना मैवं ममादमस्यापि स्यादेवाच्युतदर्शनं क्रियमाण कालनद्य क्वचित्तरति कश्चन ममाद्या मङ्गलं नष्टं फलवांश्चैव मे भव यन्नमस्ये भगवतो योगिध्येयाङ्घ्रिपङ्कजम् कंसो बदाद्याकृतमेत्यनुग्रहं द्रक्ष्येऽङ्घ्रिपद्मं प्रहितो मुना हरे कृतावतारस्य दुरत्ययं तम पूर्वेतरन्यन्नखमण्डलत्तिषा यदर्चितं ब्रह्मपवादिभिः सुरैः श्रिया च देव्या मुनिभिः ससात्वते गोचारणायानुचरैश्चरत्वने यद्गोपिकानां कुजकुङ्कुमाङ्कितं द्रक्ष्यामि नूनं सुकपोलनासिकं स्मितावलोकारुणकञ्जलोचनं मुखं मुकुन्दस्य गुडालकावृतं प्रदक्षिणं मे प्रचरन्ति वै मृगाः अभ्यद्य विष्णोर्मनुजस्त्वमीयुषो भारावताराय भुवो निजेच्छया लावण्यधाम्नो भविदोपलम्बनं मह्यं न स्याद्फलमञ्जसादृशा य ईशिदाहं रहितोऽभ्यसल्सदो स्वतेजसा भास्ततमोभिदाभ्रमा स्वमाययाल्पं रचितैस्तदीक्षया प्राणाक्षदीभिः सदनेष्वमीयते यस्याखिलामीवहभि सुमङ्गले वाजो विमिश्रा गुणकर्मजन्मभि प्राणन्ति शुम्भन्ति पुनन्ति वै जगत्यास्तद्विरक्ता शवशोभनामता स चावतीर्ण किल सात्वतन्वये स्वसेतुबालामरवर्यशर्मकृत् यशो विधन्वन् व्रज आस्त ईश्वरो गायन्ति देवाय दशेषमङ्गलम् तं दुद्यनूनं महदां गतिं गुरुं त्रैलोक्यकान्तं दृशिमन्महोत्सवं रूपं ददानं श्रिय ईस्पिदास्पदं द्रक्ष्ये ममासन्नुषस सुदर्शना अदावरूढ सपदीशयो रथात् प्रधानपुंसोश्चरणं सुलब्धये धिया धृतं योगिभिरभ्यहं ध्रुवं नमस्य आभ्यां च सखिं वनौकसा अभ्यङ्घ्रिमूले पतितस्य मे विभु शिरस्य दास्या निजहस्तपङ्कजं दत्ताभयं कालभुजङ्गरं हसा प्रोद्वेजितानां शरणैषिणां नृणां समर्हणं यत्र निधाय कौशिकस्तदा बलिश्चापजगत्त्रयेन्द्रताम् यद्वा विहारे व्रजयोषितां श्रमं स्पर्शेन सौगन्धिकगन्ध्यपानुदत् न मय्युपैष्यत्यरिं बुद्धिमच्युत कंसस्य दूता प्रहितोऽपि विश्वदृक् योऽन्तर्बहिश्चेदस एतदीहितं क्षेत्रज्ञ ईष्यत्यमलेन चक्षुषा अभ्यङ्घ्रिमूले वहितं कृताञ्जलिं मामीक्षिता सस्मितमार्द्रया दृशा सभद्यबद्ध्वस्तसमस्तकिल्बिषो वोढो मुदं वीद विशङ्ग ऊर्जितां सुहृत्तमं ज्ञातिमनन्यदैवतं
ദൗർഭ്യാം ബൃഹദ്ഭ്യാം പരിരപ്സ്യതേധ മാം ആത്മാ ഹി തീർത്ഥി ക്രിയതേ തദൈവ മേ ബന്ധശ്ച കർമാത്മക ഉച്യുസ്യത്യതാ ലബ്ധാംഗസംഗം പ്രണതം കൃതാഞ്ജലിം മാം വക്ഷ്യതേ ക്രൂര തദേത്യുരുശ്രവ തഥാ വയം ജന്മ മൃദോ മഹീയസ നൈവാതൃതോ യോദിഗമുഷ്യ ജന്മ തദ് ന തസ്യ കശ്ചിദ് ദൈത സുഹൃത്തമോ ന ചാപ്രിയോ ദ്വേഷ്യ ഉപേക്ഷ്യ ഏവ വാ തഥാപി ഭക്താൻ ഭജതേ യഥാ തഥാ സുരദ്രുമോ യദ്ദുദുഭാശ്രിതോർത്തത കിഞ്ചാഗ്രജോ മാവനദം യദൂത്തമ സ്മയൻ പരിഷ്യജ്യ ഗൃഹീതമഞ്ജലോ ഗൃഹം പ്രവേശ്യാപ്തസമസ്തസൽകൃതം സപ്രക്ഷ്യതേ കംസകൃതം സ്വബന്ധുഷു. ശ്രീശുക ഉവാച ഇതി സഞ്ചിന്തയൻ കൃഷ്ണം ശുഭൽകതനയോധ്വനി രഥേന ഗോകുലം പ്രാപ്ത സൂര്യാശ്ചാസ്തഗിരിം നൃപ പദാനി തസ്യാഖില ലോകപാല കിരീടജുഷ്ടാമലപാദരേണോ ദദർശ ഗോഷ്ഠേ ക്ഷിതി കൗതുകാനി വിലക്ഷിതാന്യാബ്ജയവാങ്കുശാധി തദർശനാഹ്ലാദ വിവൃദ്ധ സംഭ്രമ പ്രേംണോർധ്വരോമാശ്രുകലാകുലേക്ഷണ രഥാദവസ്കന്ധ്യ സത്യേഷ്വചേഷ്ടത പ്രഭോരമൂന്യംഗ്രിരജാംസ്യഹോ ഇതി ദേഹം ഭൃതാമിനിയാനർത്തോ ഹിത്വാ ദമ്പം വിയം ശുചം സന്ദേശാദ്യോ ഹരേർലിംഗ ദർശനശ്രവണാദിഭി ദദർശ കൃഷ്ണം രാമം ച വ്രജേ ഗോദോഹനം ഗതൗ പീത നീലാംബരധരൗ ശരദംബുരുഹേക്ഷണൗ കിശോരൗ ശ്യാമളശ്വേതൗ ശ്രീനികേതൗ ബൃഹദ്ഭുജൗ സുമുഖൗ സുന്ദരവരൗ ഭാലദ്വിരദവിക്രമൗ ധ്വജവജ്രാങ്കുശാംഭോജൈശ്ചിന്നിതൈരംഘ്രിഭിർവ്രജം ശോഭയന്തൗ മഹാത്മാനാവനുക്രോശസ്മിതേക്ഷണൗ ഉദാരരുചിരക്രീഡൗ സൃഗ്വിണൗ വനമാലിനൗ പുണ്യഗന്ധാനുലിപ്താംഗൗ സ്നാദൗ വിരജവാസസൗ പ്രധാനപുരുഷാവാദ്യൗ ജഗദ്ദേതു ജഗത്പതി അവതീർണൗ ജഗത്യർത്തെ സ്വാംശേന ബലകേശവൗ ദിശോ വിധിമിരാരാജൻ കുർവാണൗ പ്രഭയാ സ്വയാ യഥാ മാരകത ശൈലോരവ്യശ്ച കനകാജിതൗ രഥാതൂർണമവപ്ലുത്യ സ്വക്രൂരസ്നേഹവിഹ്വല പപാദചരണോപാന്തേ ദണ്ഡവദ് രാമകൃഷ്ണയോ ഭഗവദ്ദർശനാഹ്ലാദ ബാഷ്പപര്യാകുലേക്ഷണ പുളകാഞ്ചിതാംഗ ഔത്കണ്ഠ്യാൽ സ്വാഖ്യാനേ നാശകൻ നൃപ ഭഗവാംസ്തമഭിപ്രേത്യ രഥാംഗാങ്കിതപാണിന പരിരേഭ്യഭ്യുപാകൃഷ്യ ക്രീത പ്രണതവത്സല സംഘർഷണശ്ച പ്രണതമുപഗുഹ്യ മഹാമന ഗൃഹീത്വ പാണിനാ പാണി അനയത്സാനുജോ ഗൃഹം പൃഷ്ട്വാദ സ്വാഗതം തസ്മൈ നിവേദ്യ ച വരാസനം പ്രക്ഷാള്യ വിധിവത് പാദൗ മധുപർക്കാർഹണമാഹരത് നിവേദ്യകാം ചാതിഥയേ സംവാഹ്യ ശ്രാന്തമാതൃത അന്നം ബഹുഗുണം മേദ്യം ശ്രദ്ധയോപാഹരത് വിഭു തസ്മൈ ഭുക്തവദേ പ്രീത്യ രാമ പരമധർമ്മവിദ് മുഖവാസേർഗന്ധമാല്യൈ പരാം പ്രീതിം വ്യദാത് പുനാ പപ്രച്ഛ സത്കൃതം നന്ദ കഥം നിരനുഗ്രഹേ കംസേ ജീവദിദാശാർഹ സൗനപാല ഇവാ വയാ യോവദീത് സ്വസ്വസുസ്തോഗാൻ ക്രോശന്ത്യ അസുതൃപ്തല കിം നു സ്വിത്തത് പ്രജാനാം വാ കുശലം വിമൃശാമഹേ ഇത്തം സുനൃധയാ വാച നന്ദേന സുസഭാജിത അക്രൂര പരിപൃഷ്ടേന ജഹാവദ്വപരിശ്രമം
ശ്രീഹരയേ നമ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ അക്രൂരാഗമനം നാമാഷ്ടത്രിശതമോऽധ്യായः. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശമസ്കന്ധം 38-ാം അധ്യായം. കംസൻ അയച്ച അക്രൂരൻ്റെ ഗോകുലത്തിലേക്കുള്ള യാത്രയും അദ്ദേഹത്തിൻ്റെ വിവിധ മനോരഥങ്ങളും ഭഗവത് ദർശനവും എല്ലാം ഈ അധ്യായത്തിൽ വിവരിക്കുന്നു. ഗോകുലത്തിൽ നന്ദഗോപരുടെ പുത്രനായി കഴിയുന്ന കൃഷ്ണൻ ദേവകീ വസുദേവന്മാരുടെ പുത്രനാണെന്ന് നാരദ മഹർഷിയിൽ നിന്നറിഞ്ഞ കംസൻ കോപിച്ചു. രാമകൃഷ്ണന്മാരെ വധിക്കാൻ അങ്ങോട്ടയച്ചവരാരും തിരിച്ചു വന്നിട്ടുമില്ല. അതുകൊണ്ട് ഇനി അവരെ ഇങ്ങോട്ട് വരുത്തി വധിക്കാം എന്ന് തീരുമാനിച്ചു കംസൻ. മഥുരയിൽ നടക്കുന്ന ധനുർയാഗം ദർശിക്കാനെന്ന വ്യാജേന വസുദേവപുത്രന്മാരായ രാമകൃഷ്ണന്മാരെ കൂട്ടിക്കൊണ്ടുവരാൻ അക്രൂരരെ നിയോഗിക്കുന്നത് 36-ാം അധ്യായത്തിലാണ്. കഴിഞ്ഞ അധ്യായത്തിൽ കേശിയെയും വ്യോമാസുരനെയും വധിച്ചതും നാരദ മഹർഷി ഗോകുലത്തിൽ വന്ന് ഭഗവാനെ ദർശിച്ചതുമായ കഥകൾ പറഞ്ഞു. രാമകൃഷ്ണന്മാരെ കൂട്ടിക്കൊണ്ടുവരാൻ ഏൽപ്പിച്ചത് അവരോടുള്ള സ്നേഹം കൊണ്ടല്ല, വധിക്കാനാണ് എന്ന് കംസൻ അക്രൂരരെ അറിയിക്കുകയും ചെയ്തു. സൂക്ഷ്മബുദ്ധിയായ അക്രൂരർ അതിൽ വ്യാകുലപ്പെട്ടില്ല. കംസൻ മൂലം തനിക്ക് ഭഗവത് ദർശനം കിട്ടുമല്ലോ എന്ന ചിന്ത മൂലം അദ്ദേഹത്തിന് ഉത്സാഹമായി. ഇതിനിടയിൽ ഭഗവാനെ സന്ദർശിച്ച് കംസവധത്തിന് ഇനിയും അമാന്തം വേണ്ട എന്ന് നാരദ മഹർഷി ഭഗവാനെ ബോധിപ്പിച്ചു പോയിട്ടുമുണ്ട്. മഥുരാപുരിക്ക് പോകാനുള്ള സങ്കല്പത്തോടെ ഭഗവാൻ ഇരിക്കുമ്പോഴാണ് അക്രൂരരുടെ ഗോകുലപ്രവേശം. എല്ലാ സന്ദർഭങ്ങളും ഒത്തുവന്നു എന്നർത്ഥം. കംസൻ്റെ ആവശ്യാനുസരണം മഥുരാപുരിയിലെത്തിയ അക്രൂരർ അന്നു രാത്രി അവിടെ താമസിച്ച് പിറ്റേ ദിവസം രാവിലെ രഥത്തിൽ കയറി ഗോകുലത്തിലേക്ക് യാത്രയായി. ഗച്ഛൻ പഥി മഹാഭാഗോ ഭഗവത്യംബുജേക്ഷണേ ഭക്തിം പരാമുപഗത ഏവമേതദചിന്തയത്. മഹാമതിയാണ് അക്രൂരർ. ശ്രീകൃഷ്ണ കാരുണ്യം അദ്ദേഹത്തിനുണ്ടായി. അതുകൊണ്ടല്ലേ ദുഷ്ടനായ കംസൻ കൃഷ്ണസവിധത്തിലേക്ക് അദ്ദേഹത്തെ അയച്ചത്. ആ താമരക്കണ്ണനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് സഞ്ചരിച്ച അദ്ദേഹത്തിനുള്ളിൽ പരയായ ഭഗവത് ഭക്തി ഉജ്ജ്വലിച്ചു. ഓരോ തരം മനോരാജ്യങ്ങളിൽ മുഴുകിപ്പോയി അദ്ദേഹം. ലഭിക്കാൻ പോകുന്ന ഭഗവത് ദർശനം ആലോചിച്ചുണ്ടായ സന്തോഷം എത്രയെന്ന് പറയാൻ വയ്യ. ദുഷ്ടനായ കംസൻ്റെ അധീനത്തിലാണല്ലോ തൻ്റെ വാസം. അത് തൻ്റെ ഏതോ ദുഷ്കർമ്മം മൂലമാകാം. എന്നാൽ അതിമഹത്തായ ഏതോ യാഗം ജന്മാന്തരത്തിൽ ചെയ്തിട്ടുണ്ടെന്നത് തീർച്ചയാണ്. ഏതുവിധം വ്രതോപാസനവും തപസ്സും അനുഷ്ഠിച്ചുവോ, ഏതുവിധം ശ്രേഷ്ഠദാനം ചെയ്തുവോ, ഇതൊന്നും അറിയുന്നില്ല. ഇതൊന്നുമില്ലാതെ ഭഗവത് ദർശനം സാധിക്കുകയുമില്ല. ബ്രഹ്മാദി ദേവന്മാർക്കു പോലും ദുർലഭമായ ഭഗവത് ദർശനമാണ് ഇപ്പോൾ കിട്ടാൻ പോകുന്നത്. ധനധാന്യ സ്ത്രീ പുത്രാദി വിഷയ സുഖസാധനങ്ങൾ സമ്പാദിക്കാനും സംരക്ഷിക്കാനും മാത്രം പരിശ്രമിക്കുന്നവനെ ശൂദ്രൻ എന്ന് വിവക്ഷിക്കുന്നു. അങ്ങനെയുള്ളവന് വേദാധ്യയനത്തിനോ ഈശ്വരധ്യാനത്തിനോ കീർത്തനത്തിനോ
ഒന്നും മനസ്സും സമയവും ലഭിക്കില്ല. ബഹുസുഹൃതം കൊണ്ടേ മനസ്സ് ഈശ്വരോന്മുഖമാവൂ. അത്രയ്ക്ക് സുഹൃതം തനിക്കുണ്ടോ എന്നാണ് ഇവിടെ ആശങ്ക. എന്നാലിപ്പോൾ ഭഗവത് ദർശനം സാധിക്കാൻ പോകുന്നുമുണ്ട്. വിശേഷമായി സുഹൃതമൊന്നും ചെയ്യാത്തവനാണെങ്കിലും ഭഗവത് കാരുണ്യം എൻ്റെ മേലുണ്ടായി. അതുകൊണ്ട് നാശരഹിതനായ ഭഗവാനെ കാണാൻ എനിക്കും സാധിക്കും. ഈ സംസാര സാഗരത്തിൽ മുങ്ങിപ്പൊങ്ങിക്കൊണ്ടിരിക്കുന്ന എനിക്കും ഭഗവത് കാരുണ്യത്താൽ കിട്ടുന്ന ദർശനം മൂലം ഈ സമുദ്രത്തിൽ നിന്ന് കരകയറാൻ സാധിച്ചേക്കും. യോഗികൾക്കുകൂടി മാംസേക്ഷണങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്തതാണ് ഭഗവാന്റെ പാദകമലങ്ങൾ. അവർ തങ്ങളുടെ ഹൃദയമധ്യത്തിൽ കൽപ്പിച്ച് സൂക്ഷ്മബുദ്ധിയോടെ കണ്ട് ആനന്ദിക്കുകയാണ് ചെയ്യുന്നത്. ആ ദിവ്യപാദപത്മങ്ങളെയാണ് തൻ്റെ കണ്ണുകൊണ്ട് കണ്ട് നമസ്കരിക്കാൻ പോകുന്നത്. സകല പാപങ്ങളും ഇതോടെ നശിച്ചുപോയി. സാക്ഷാൽ മഹാവിഷ്ണുവായിരിക്കുന്ന ശ്രീകൃഷ്ണനെ കണ്ട് നമസ്കരിക്കാൻ പോകുന്ന തൻ്റെ പാപം മുഴുവൻ നശിച്ചു. തനിക്കിനി മോക്ഷപ്രാപ്തിയുമായി എന്ന് ചിന്തിച്ചു അക്രൂരർ. ദുഷ്ടനായ കംസൻ അനുഗ്രഹമല്ലേ തന്നിരിക്കുന്നത്? രാജകൽപ്പന അനുസരിക്കാൻ മധുരയിൽ എല്ലാവരും തയ്യാറാണല്ലോ. ആ സ്ഥിതിക്ക് തന്നെ അയച്ചത് ആശ്ചര്യം. സർവാന്തര്യാമിയായ ഭഗവാന്റെ പ്രേരണ തന്നെയല്ലേ അതിന് പിന്നിലുമുള്ളത്. ഭഗവാന്റെ അസാധാരണമായ കൃപയാണല്ലോ എന്നിലുണ്ടായിരിക്കുന്നത്. യദർച്ചിതം ബ്രഹ്മഭവാദിഭിः സുരൈः ശ്രിയാ ച ദേവ്യാ മുനിഭിः സസാത്വതൈ ഗോചാരണയാനുചരേശ്ചരദ്വനേ യദ്ഗോപികാനാം കുചകുങ്കുമാങ്കിതം. ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാര കർത്താക്കളായ ബ്രഹ്മ വിഷ്ണു രുദ്രാദികൾ, അതിൽ ബ്രഹ്മരുദ്രന്മാരാൽ അർച്ചിക്കപ്പെടുന്ന ആ പാദപത്മത്തെ ആർക്കാണ് വർണ്ണിക്കാൻ കഴിയുക? ശ്രീ ഭഗവതിയാൽ സർവദാ പരിചരിക്കപ്പെടുന്നു ആ ചരണകമലങ്ങൾ. ഭക്തന്മാരും മുനിമാരും ആ ചരണപത്മങ്ങളെ തന്നെ സദാ പൂജിക്കുന്നു. ഇതിലും വലിയ പരമപുരുഷാർത്ഥം മറ്റെന്തുണ്ട്? ഇത്ര മഹത്തായ പാദപത്മങ്ങൾ കൊണ്ട് കല്ലും മുള്ളും നിറഞ്ഞ കാടുകളിൽ കൂടി സഞ്ചരിച്ച് കൂട്ടുകാരോട് ചേർന്ന് കാലിമേയ്ക്കുകയും ചെയ്യുന്നു. ഗോപികളുടെ കുചകുങ്കുമം അലങ്കാരമായി ധരിച്ചിരിക്കുന്നു ആ പാദപത്മങ്ങൾ. അക്രൂരരുടെ ഹൃദയം ആനന്ദമഗ്നമായി. ഐശ്വര്യം, സൗഭാഗ്യം, പുരുഷാർത്ഥപ്രധാന സാമർഥ്യം, കാരുണ്യം എന്നിവയെല്ലാം തികഞ്ഞ ഭക്തി കൊണ്ട് മാത്രം പ്രാപിക്കാൻ കഴിയുന്ന കൃഷ്ണപാദങ്ങളെ താൻ കാണാൻ നമിക്കാൻ പോകുന്നു. ദ്രക്ഷ്യാമി നൂനം സുഖപോലനാസികം സ്മിതാവലോകാരുണകഞ്ചലോചനം മുഖം മുകുന്ദസ്യ ഗുഡാളകാവൃതം പ്രദക്ഷിണം മേ പ്രചരന്തി വൈ മൃഗാ. ഭഗവാന്റെ മുഖകാന്തിയാണ് പിന്നീട് സ്മരിക്കുന്നത്. അതിമനോഹരമായ കവിൾത്തടങ്ങളും നാസികയും മന്ദഹാസത്തോടുകൂടിയ കടക്കണ്ണോട്ടവും താമരദളം പോലെ മനോഹരമായ കണ്ണുകളും ചേർന്ന ആ മുഖാരവിന്ദത്തിന് ചുരുണ്ട മനോഹരമായ അളകങ്ങൾ ശോഭ വർദ്ധിപ്പിക്കുന്നതും എനിക്ക് തീർച്ചയായും കാണാൻ സാധിക്കും. ഈ ശുഭത്തെ സൂചിപ്പിക്കുന്ന ലക്ഷണമല്ലേ ഈ മൃഗങ്ങൾ എന്നെ വലം വെച്ച് സഞ്ചരിക്കുന്നത്? അസുര രാജാക്കന്മാർ മൂലം ഭൂമിക്കുണ്ടായ ഭാരം നശിപ്പിക്കാനാണല്ലോ ഭഗവാന്റെ അവതാരം. മഹാവിഷ്ണു മനുഷ്യരൂപത്തെ സ്വേച്ഛയാ സ്വീകരിച്ച് സൗന്ദര്യധാമമായി വിളങ്ങുന്നു. ആ രൂപത്തെ എങ്ങനെ ധ്യാനിച്ചുറപ്പിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ മനോഗതം വെളിപ്പെടുത്തുന്നു. ആദ്യം പാദം, പിന്നെ മുഖാരവിന്ദ ധ്യാനം, ഓരോ അവയവങ്ങൾ പ്രത്യേകം ധ്യാനിച്ചുറപ്പിക്കുന്ന രീതി. ഹൃദയകമലത്തിൽ ആ രൂപം ദർശിക്കണം. ഇതെല്ലാം
നമ്മെ അനുസ്മരിപ്പിക്കുന്നതാണ് അക്രൂരരുടെ മനോരഥം. ഭഗവാന്റെ വിശേഷണങ്ങൾ എണ്ണി എണ്ണി സ്മരിച്ച് അങ്ങനെയുള്ള ആ പരംപുരുഷനെ ഞാനിന്ന് കാണും നിശ്ചയം എന്ന ചിന്ത. ശ്രീകൃഷ്ണന് കർത്തൃത്വാദി ധർമ്മങ്ങളില്ല. സ്ഥൂല സൂക്ഷ്മ കാരണദേഹങ്ങളുടെ സാക്ഷിയായിരിക്കുന്നു. ദേഹാദികളിൽ ആത്മബുദ്ധിയുമില്ല. എന്നാൽ സാധാരണക്കാർക്ക് ഇതൊന്നും മനസ്സിലാക്കാനും പറ്റില്ല. കർത്തൃത്വാദി ധർമ്മങ്ങളുള്ളവനെ പോലെയാണ് നാട്യം. തന്നിൽ ലയിച്ചിരിക്കുന്ന മായാശക്തിയുടെ ഈക്ഷണത്താൽ ഇന്ദ്രിയാന്തഃകരണങ്ങളെ സൃഷ്ടിച്ച് തന്നാൽ സൃഷ്ടിക്കപ്പെട്ട ആ ശരീരത്തിൽ ഇരുന്ന് പലവിധ ലീലകളാടുന്നു. വൃന്ദാവനത്തിലും യമുനാപുളിനങ്ങളിലും ഗോപികമാരുടെ ഭവനങ്ങളിലും ക്രീഡിക്കുന്നവനെന്ന് സാധാരണ മനുഷ്യർക്ക് തോന്നും. സാധാരണക്കാർക്ക് ശരീരധാരണ മൂലം രൂപവിസ്മൃതി സംഭവിക്കുന്നു, ദേഹാത്മഭാവം ഉണ്ടാകുന്നു. ഭഗവാനോ സ്വരൂപസ്ഥിതിയിൽ ആത്മാവായി തന്നെ ഇരിക്കുന്നു. സാധാരണക്കാരന് മനസ്സിലാക്കാൻ ഇതൊന്നും പറ്റില്ല, അതൊന്നും എളുപ്പമല്ല. ഭഗവാന്റെ ഈ ലീലകൾ എന്തിനു വേണ്ടിയാണ്? ഭഗവാൻ ഇപ്പോൾ യാദവകുലത്തിൽ അവതരിച്ച് ഗോകുലത്തിൽ വസിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഈ അവതാരകർമ്മങ്ങൾ? അസുരഗുണമുള്ള രാജാക്കന്മാരെ സംഹരിച്ച് സജ്ജനങ്ങളെ അനുഗ്രഹിക്കാനാണ് ഈ അവതാരം. ഈശ്വരൻ്റെ വ്യാപാരം ലോകാനുഗ്രഹത്തിന് വേണ്ടി തന്നെ, അല്ലാതെ സ്വപ്രയോജനത്തെ ഉദ്ദേശിച്ചല്ല. മഹാന്മാർക്ക് പ്രാപിക്കത്തക്ക സ്ഥാനമായും അവരുടെ ഗുരുവായും ത്രിലോകത്തിലെ സകല വസ്തുക്കളെക്കാളും മനോഹരനായും വിളങ്ങുന്നു ശ്രീകൃഷ്ണൻ. കണ്ണുകളുള്ളവർക്ക് മഹോത്സവമായും ഇരിക്കുന്നു. മഹാലക്ഷ്മി കൂടി കാക്ഷിക്കുന്ന സൗന്ദര്യത്തോടു കൂടിയവനാണ് ശ്രീകൃഷ്ണൻ. ഇങ്ങനെയുള്ള ശ്രീകൃഷ്ണനെ ഞാൻ ഇന്ന് കാണും. അതാണല്ലോ എൻ്റെ പ്രാതകാലങ്ങളിലെ സുദർശനങ്ങൾ നൽകുന്ന സൂചന. ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നായി ആലോചന. കണ്ട ഉടനെ തേരിൽ നിന്ന് ചാടിയിറങ്ങി പ്രധാന പുരുഷന്മാരും ഈശ്വരന്മാരുമായ രാമകൃഷ്ണന്മാരുടെ പാദകമലങ്ങളെ നമസ്കരിച്ച് പിന്നെ അവരോടൊപ്പം വൃന്ദാവനത്തിലൊക്കെ ചുറ്റി സഞ്ചരിച്ച് ഭഗവാന്റെ കൂട്ടുകാരെയും ഞാൻ നമസ്കരിക്കും. അപ്യഘ്രിമൂലേ പതിതസ്യ മേ വിഭു ശിരസ്യഥാസ്യം നിജഹസ്തപങ്കജം ദത്താഭയം കാലഭുജങ്കരം ഹസാ പ്രോദ്വേജിതാനാം ശരണേഷിണാം നൃണാം. അക്രൂരരുടെ ഭക്തിയുടെ ആധിക്യം മൂലം അദ്ദേഹം ചിന്തിക്കുകയാണ്, ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ച എൻ്റെ ശിരസിൽ ആ കരപങ്കജങ്ങൾ വെച്ച് അനുഗ്രഹിക്കില്ലേ? ഭഗവത് കരസ്പർശം എല്ലാവർക്കും എളുപ്പം ലഭിക്കുന്നതല്ല. സംസാര സമുദ്രത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന ആ കരസ്പർശം ലഭിക്കുന്നതോടെ ഞാൻ സംസാരഭീതി അറ്റവനായി തീരുമല്ലോ. ഇന്ദ്രനും മഹാബലിയും പൂജാദ്രവ്യത്തെ സമർപ്പിച്ച കരമാണല്ലോ ഭഗവാന്റേത്. ഭഗവാന്റെ കയ്യിൽ ദക്ഷിണ സമർപ്പിച്ചതോടെ ത്രിലോകാധിപത്യം ഇന്ദ്രന് ലഭിച്ചിരിക്കുന്നു. വാമനമൂർത്തിയായി അവതരിച്ച ഭഗവാന്റെ പാദം കൊണ്ട് 3 അടി അളന്നെടുക്കാൻ സമ്മതിച്ച് ബലി ഭഗവാന്റെ കയ്യിൽ ജലം സമർപ്പിച്ചു. അതിൻ്റെ ഫലമായി അടുത്ത മന്വന്തരത്തിൽ ഇന്ദ്രപദവി വാഗ്ദാനം ചെയ്തില്ലേ ഭഗവാൻ? ഇത്ര കരുണാമയനാണ് ശ്രീകൃഷ്ണൻ. എന്തെങ്കിലും ഒരു വസ്തു ദാനം ചെയ്താൽ അവന് എന്താണ് അലഭ്യം? രാസക്രീഡാ അവസരത്തിൽ സകലരുടെയും ക്ഷീണം ഏകസമയം ആ കരസ്പർശം കൊണ്ട് തീർത്ത് അവർക്ക് പരമസുഖത്തെ നൽകി. ഭക്തന്മാർക്ക് മോക്ഷവും സകാമന്മാർക്ക് ഐശ്വര്യവും അനുരക്തർക്ക് പരമസുഖത്തെയും നൽകുന്ന ആ കരപങ്കജം എൻ്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കുന്നതിൽ പരം എനിക്കെന്ത് ഭാഗ്യമാണ് വേണ്ടത്? തുടർന്ന് ഒരാശങ്കയും ഉണ്ടാവാതിരുന്നില്ല അക്രൂരർക്ക്. താൻ കംസദൂതനല്ലേ?
അവൻ്റെ കാര്യസാധ്യത്തിനു വേണ്ടി വരുന്ന തന്നെ ശത്രുസംബന്ധി എന്ന് കരുതുമോ? ഓ, അതൊന്നുമില്ല. അങ്ങനെയൊന്നും ഭഗവാൻ ചിന്തിക്കില്ല. സർവാന്തര്യാമിയാണല്ലോ ഭഗവാൻ. കംസദൂതനെന്ന നാട്യത്തിലാണ് ഞാൻ. പക്ഷേ എൻ്റെ ഹൃദയം ഭഗവത് ഭക്തിയാൽ നിറഞ്ഞിരിക്കുന്നു എന്ന സത്യസ്ഥിതി ഭഗവാൻ അറിയാതിരിക്കില്ല. അതുകൊണ്ട് ശത്രുപക്ഷക്കാരനാണെന്ന വിചാരമൊന്നും ഭഗവാൻ ഉണ്ടാവില്ല. കംസകാര്യസാധ്യത്തിന് വരുന്ന ദൂതനെന്ന് എന്നെക്കുറിച്ച് ഭഗവാന് ചിന്ത ഉണ്ടായാലോ? ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. തൻ്റെ സത്യസ്ഥിതി ഭഗവാനല്ലാതെ ആർക്കാണ് അറിയുക? ഭഗവാന്റെ പാദകമലത്തിൽ നമസ്കരിച്ച് തൊഴുതു നിൽക്കുന്ന തന്നെ ആ ദീർഘബാഹുക്കൾ കൊണ്ട് പിടിച്ചാലിംഗനം ചെയ്ത് സന്തോഷിപ്പിക്കും. വസുദേവൻ്റെ സഹോദര സ്ഥാനമുള്ള എനിക്ക് ഭഗവാന്റെ അംഗസംഗം ലഭിച്ച് സ്നേഹപൂർവമുള്ള സംഭാഷണവും കുശലപ്രശ്നവും ശ്രമിക്കാനാവും. സമദൃക്കായ ഈശ്വരന് ഒരുവൻ പ്രിയനോ അപ്രിയനോ ദ്വേഷ്യനോ ഉപേക്ഷ്യനോ ഒന്നുമല്ല. കൽപ്പകവൃക്ഷത്തിൻ്റെ ധർമ്മമാണ് ചെയ്യുന്നത്. ആര് ഏത് വിധം ഭജിക്കുന്നുവോ അവരെ ആ വിധം ഈശ്വരൻ അനുഗ്രഹിക്കും. ഭഗവാന്റെ അംഗസംഗത്തെ ആഗ്രഹിക്കുന്ന തന്നെ ഭഗവാൻ ആലിംഗനം ചെയ്യാതിരിക്കില്ലെന്ന് ഉറച്ചു വിശ്വസിച്ചു അക്രൂരർ. ബലരാമൻ എന്തു ചെയ്യും എന്നുകൂടി സങ്കൽപ്പിക്കാതിരുന്നില്ല അദ്ദേഹം. ബലരാമനെ നമസ്കരിച്ച് കൈകൂപ്പി നിൽക്കുന്ന തന്നോട് അതിമനോഹരമായി പുഞ്ചിരിച്ച് ആലിംഗനം ചെയ്ത് അകത്തേക്കാനയിച്ച് അർഘ്യപാദ്യാദികൾ സമർപ്പിച്ച് ഉത്തമാസനത്തിലിരുത്തി കംസൻ്റെ ദുഷ്പ്രവൃത്തികളെപ്പറ്റി ചോദിക്കും. ശുകമഹർഷി പറയുകയാണ്, ഇങ്ങനെ മനോരാജ്യത്തിലും സങ്കല്പത്തിലും മുഴുകിയ അക്രൂരർ അസ്തമയത്തോടടുത്തപ്പോഴാണ് വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നത്. മധുരയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് അത്രയധികം ദൂരമൊന്നുമില്ല. എന്നിട്ടും ഒരു പകൽ മുഴുവൻ യാത്ര വേണ്ടി വന്നു. ഭഗവത് വിചാരത്തിൽ മാത്രം മുഴുകിയ അക്രൂരർ തന്നെയും യാത്രയും എല്ലാം മറന്നു. തേര് ചലിപ്പിക്കാതെ ഒരേ ഇരിപ്പിരിക്കും. ഭഗവാന്റെ പലവിധ ലീലകൾ ആലോചിച്ച് ചിലപ്പോൾ വഴിമാറി കുറച്ചു പോയിട്ട് വീണ്ടും തിരിച്ചു വരും. തൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്താൻ വേണ്ടി അത്രയധികമൊന്നും പരിശ്രമിച്ചില്ല. എല്ലാം മനസ്സിൽ സങ്കല്പിച്ചു. അനന്യചിന്തയോടെ ഭഗവാനെ മാത്രം ശ്രദ്ധയോടെ ആശ്രയിക്കുന്നവന് ഇരുട്ടിലോ കുഴിയിലോ കുമാർഗത്തിലോ പതനമുണ്ടാവില്ലെന്നുള്ള രഹസ്യസാരമാണ് ഇവിടെ ഒളിപ്പിച്ചിരിക്കുന്നത്. അക്രൂരർ ഗോകുലത്തിൽ പ്രവേശിച്ചപ്പോൾ ഭൂമിദേവിയുടെ അലങ്കാരമായ താമരായവം വജ്രം അങ്കുശം എന്നീ അടയാളങ്ങളോടുകൂടിയ ആ കാലടികൾ കണ്ടു. സകല സംസാര ദുഃഖങ്ങളെയും നശിപ്പിക്കാൻ സമർത്ഥമായ ആ പാദധൂളികളെ ഇന്ദ്രാദി സകല ലോകപാലന്മാരും കിരീടങ്ങളിൽ ധരിക്കുന്നു. തദ്ദർശനാഹ്ലാദ വിവൃദ്ധ സംഭ്രമ പ്രേംനോർധ്വരോമാശ്രുകലാകുലേക്ഷണ രഥാദവസ്കന്ധ്യ സതേഷ്വജ്യേഷ്ഠത പ്രഭോരമുന്യഘ്രിരജാംസ്യഹോയിതി. ഭഗവാന്റെ കാലടിപ്പാടുകൾ കണ്ടതോടെ അദ്ദേഹത്തിൻ്റെ ദേഹമാസകലം രോമാഞ്ചം വ്യാപിച്ചു. സന്തോഷാശ്രുക്കൾ കൊണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ പാദകമലങ്ങളിൽ പറ്റിയ പൊടിയല്ലേ ഈ കാണായതെല്ലാം. അക്രൂരർ തേരിൽ നിന്ന് ചാടിയിറങ്ങി ഭക്തിപൂർവ്വം അതിൽ കിടന്നുരുണ്ടു. അത്രത്തോളം ഭക്തി ഹൃദയത്തിൽ നിറഞ്ഞു. മധുരയിൽ നിന്ന് പുറപ്പെട്ടതു മുതൽ ഭഗവാനോടുള്ള പരിശുദ്ധ പ്രേമം മൂലം ഭഗവാന്റെ ചിന്തനം, ശ്രവണം, ധ്യാനം, ദർശനം, അംഗസംഗം ഇവയിലൊക്കെ മുഴുകിയിരിക്കുകയായിരുന്നല്ലോ അദ്ദേഹം. തേരിൽ നിന്ന് ചാടിയാൽ എന്തെങ്കിലും പറ്റുമോ എന്നൊന്നും ചിന്തയുണ്ടായില്ല. ഈ വിധം ഭക്തിയില്ലാത്തവർക്ക് ദേഹം ധരിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നാണ് ശുകമഹർഷിയുടെ അഭിപ്രായം. അക്രൂരർ മനോരാജ്യം കണ്ടതുപോലെ രാമകൃഷ്ണന്മാരുടെ ദർശനം അദ്ദേഹത്തിനുണ്ടായി.
പശുക്കളെ കറക്കുന്നതിന് സമീപം പീതാംബരധാരിയായ കൃഷ്ണനെയും നീലാംബരധാരിയായ രാമനെയും ശരദംബുരുഹേക്ഷണരായ വെളുത്ത ഉണ്ണിയെയും കറുത്ത ഉണ്ണിയെയും കണ്ടു. ലക്ഷ്മീദേവിയുടെ വാസസ്ഥാനമായ ദേഹം, പ്രസന്നമുഖങ്ങൾ, അവരുടെ സൗന്ദര്യം, പരാക്രമം പ്രകാശിപ്പിക്കുന്ന അവയവങ്ങൾ, നീണ്ടുരുണ്ട ഭുജങ്ങൾ, ധ്വജാദികൾ പതിഞ്ഞിരിക്കുന്ന കാലടികൾ എല്ലാം കൺകുളിർക്കെ ആസ്വദിച്ചു. വൈകുന്നേരത്തെ കുളി കഴിഞ്ഞ് സൗരഭ്യമുള്ള കുറിക്കൂട്ട് തേച്ച് ശുദ്ധവസ്ത്രങ്ങൾ ധരിച്ച് രത്നമാലകളും വനമാലകളും അണിഞ്ഞ് വിരാജിക്കുന്നു. കൃഷ്ണൻ സ്വർണത്താൽ അലങ്കരിക്കപ്പെട്ട മരതകപർവ്വതം പോലെയും ബലരാമൻ വെള്ളിമാമല പോലെയും കാണപ്പെട്ടു. തൻ്റെ മനോരഥം സഫലമായി എന്ന സന്തോഷത്താൽ വേഗം ബലരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും പാദങ്ങളിൽ ദണ്ഡനമസ്കാരം ചെയ്തു. ദേഹത്തിൽ രോമാഞ്ചവും കണ്ണുകളിൽ സന്തോഷാശ്രുക്കളും നിറഞ്ഞു. തൊണ്ടയിടറി ഒരക്ഷരം പോലും സംസാരിക്കാനായില്ല. പരമപ്രീതനായ ഭഗവാൻ തൻ്റെ രഥാംഗാങ്കിതമായ കൈകൊണ്ട് പിടിച്ച് മുന്നിലേക്ക് നിർത്തി ആലിംഗനം ചെയ്തു. നമസ്കരിച്ച അക്രൂരനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്തു ബലരാമൻ. അഞ്ജലീബന്ധം ചെയ്ത കൈകളെ പിടിച്ച് ശ്രീകൃഷ്ണനോട് ചേർന്ന് ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. സ്വീകരിച്ച് കുശലപ്രശ്നം ചെയ്ത് ഉചിതമായ ആസനം കൊടുത്തിരുത്തി. കാൽ കഴുകിച്ച് വിധിപ്രകാരം മധുപർക്കം സമർപ്പിച്ചു. അതിഥിക്ക് ഗോദാനം ചെയ്തു. യാത്ര ചെയ്തു ക്ഷീണിച്ച അക്രൂരനെ ആദരിച്ചുകൊണ്ട് കാൽ തടവിക്കൊടുത്ത് ഭക്തദാസഭാവം പ്രകടിപ്പിച്ചു. പരിശുദ്ധവും ഷഡ്രസങ്ങളോടു കൂടിയതുമായ ആഹാരം ശ്രദ്ധയോടെ കൊണ്ടുവന്നു കൊടുത്തു. അതിഥി സൽക്കാരം എങ്ങനെ വേണമെന്ന് ഭഗവാൻ മാതൃക കാണിച്ചു തരികയാണിവിടെ. ഭക്ഷണശേഷം താമ്പൂലാദികൾ നൽകി. ചന്ദനം ദേഹത്തിൽ പൂശി പൂമാല അണിയിച്ചു. എല്ലാ ശുശ്രൂഷകളും സ്വീകരിച്ച് സന്തോഷിച്ച് വിശ്രമിക്കുന്ന അക്രൂരനു സമീപം നന്ദഗോപർ വന്ന് കുശലപ്രശ്നം ചെയ്തു. കശാപ്പുകാരന് കീഴിൽ വളരുന്ന ആടുകളെപ്പോലെ ജീവിക്കുകയാണല്ലോ നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങൾക്ക് എങ്ങനെ സുഖമായി സ്വസ്ഥരായി കഴിയാൻ സാധിക്കും? സുഖമല്ലേ എന്ന ചോദ്യത്തിനു തന്നെ പ്രസക്തിയില്ലെന്നർത്ഥം. സ്വജീവൻ രക്ഷിക്കാൻ എന്തു ക്രൂരതയും ചെയ്യാൻ മടിക്കാത്തവനായ രാജാവ് സ്വസഹോദരിയുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ നിഷ്കരുണം വധിച്ചവനല്ലേ? വിലപിക്കുന്ന സഹോദരിയുടെ കണ്ണുനീരിന് അല്പവും വില കൽപ്പിച്ചില്ലല്ലോ. അത്ര നിർദ്ദയനായ അവൻ്റെ പ്രജകളായ നിങ്ങൾക്ക് സുഖം തന്നെയോ എന്ന് ചോദിക്കേണ്ട ആവശ്യം തന്നെയില്ല. നന്ദഗോപരുടെ ഈ വിധമുള്ള സൗഹൃദ സംഭാഷണങ്ങൾ കേട്ട് സന്തോഷിച്ച അക്രൂരൻ യാത്രാക്ഷീണമെല്ലാം മറന്നു പരമാനന്ദത്തിൽ മുഴുകി. അത്ര സന്തോഷം നന്ദഗോപരുമായുള്ള സംഭാഷണത്തിൽ നിന്ന് അനുഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഉപസംഹരിച്ചിരിക്കുന്നത്. ഈ വാക്കുകൾ ഗുരുപരമ്പരയുടെയും ഭഗവാന്റെയും പാദകമലങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.